നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 pipes can fill a tank with water in 15 and 12 hours respectively. And a third pipe can empty it in 4 hours. The pipes be opened in order at 8, 9 and 11 a.m. respectively. The tank will be emptied at 11:40 a.m., 12:40 a.m., 1:40 p.m., 2:40 p.m. എന്താ പറഞ്ഞേക്കുന്നത്? 3 പൈപ്പ് ഉണ്ട്. ആദ്യത്തെ 2 പൈപ്പ് ഫില്ല് ചെയ്യുവാണ്. അതിന് 15 മണിക്കൂറും 12 മണിക്കൂറും എടുക്കും. മൂന്നാമത്തെ പൈപ്പ് എംപ്റ്റി ചെയ്യാൻ വേണ്ടി വെറും 4 മണിക്കൂർ മതി. ഓക്കെ, ഇനി സമയം തന്നേക്കുവാണ്. ഓരോ പൈപ്പ് ഓരോ സമയത്ത് ഓപ്പൺ ചെയ്യുന്നത്. പൈപ്പ് എ, ഫസ്റ്റ് പൈപ്പ് എ ആണെന്ന് വിചാരിക്കുക, അത് 8 മണിക്ക് ഓപ്പൺ ആക്കി. പൈപ്പ് ബി 9 മണിക്ക് ഓപ്പൺ ആക്കി. പൈപ്പ് സിയോ 11 മണിക്ക് ഓപ്പൺ ആക്കി. അങ്ങനെയാണെങ്കിൽ എത്ര സമയമാകുമ്പോഴാണ് ഈ ടാങ്ക് ഫുൾ എംപ്റ്റി ആവുന്നത്? എങ്ങനെ ചെയ്യുന്നത്? ഏത് ക്വസ്റ്റിനും ആയിക്കോട്ടെ ഇങ്ങനെ ടൈം തരുന്നതാണ്. നമുക്ക് വരയ്ക്കാം ആദ്യം. 3 പൈപ്പ് ഉണ്ട്, നമ്മൾ എ ബി സി എന്ന് നെയിം ചെയ്തു. ആദ്യത്തെ 2 പൈപ്പ് ഫില്ലിംഗ് ആണ്, അടുത്ത പൈപ്പ് എംപ്റ്റി ആണ്. എ മാത്രം എത്ര സമയം എടുക്കുന്നത്? എ മാത്രം 15 മണിക്കൂറാണ് എടുക്കുന്നത്. ബി മാത്രമോ 12 മണിക്കൂറാണ് എടുക്കുന്നത്. സിയോ 4 മണിക്കൂർ. ഇത് നമുക്ക് തന്നേക്കുന്നത്. ഇതാണ് അവേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ LCM എടുക്കാം. എത്ര കിട്ടും? LCM 15, 12, 4 60 എന്ന് കിട്ടും. ഇതാണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് വിചാരിക്കാം. ഓക്കെ, 60 ആണ് ടാങ്ക് കപ്പാസിറ്റി എങ്കിൽ അസ്യൂം ആണ് നമ്മൾ LCM എടുക്കുന്നത്. നമ്മളത് ടാങ്ക് കപ്പാസിറ്റി 60 എന്നുള്ളതല്ല, ടാങ്ക് കപ്പാസിറ്റി 60 ആണെങ്കിൽ എത്രയാണ് ഒരു മണിക്കൂറിൽ ചെയ്യുന്ന ഫില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്റ്റി ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ടാങ്ക് കപ്പാസിറ്റി ഇപ്പം ഇതിന്റെ ഡബിൾ എടുക്കും. നമ്മൾ 120 എടുക്കുന്നെങ്കിൽ ഇവിടുത്തെ ആ ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്റ്റി ചെയ്യുന്നത് മാറും. പക്ഷെ ആൻസർ ഫൈനൽ സെയിം തന്നെ ആയിരിക്കും. നമുക്ക് എപ്പോഴും LCM തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. ഈസി ആയിട്ടുള്ള ചെറിയ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതിന്റെ ക്ലാരിറ്റി വരുത്തി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, 60/5 15 4, 60/12 5, 60/4 15. ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ എംപ്റ്റി ചെയ്യുന്നത്. അത് ഓക്കെയാണ്. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ. എല്ലാ പൈപ്പും ഓപ്പൺ ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ട്. ആദ്യത്തെ പൈപ്പ് 8 മണി, അടുത്ത പൈപ്പ് 9 മണി, അടുത്ത പൈപ്പ് 11 മണി. ഇങ്ങനെയാണെങ്കിൽ എത്ര സമയമാകുമ്പോഴാണ് ഇത് എംപ്റ്റി ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 11 മണിയാകുമ്പോൾ ശരിക്കും ടാങ്കിൽ എത്ര വെള്ളം ഇപ്പൊ കാണും? ഏന്ന് പറയുന്നത് 8 മണിക്ക് ഇട്ടു. 8 മണി തൊട്ട് 11 മണി വരെ എ ഓപ്പൺ ആണ്. അതായത് 3 മണിക്കൂറുണ്ട്. 8 മണിക്ക് ഇട്ടു, 9 മണി, 10 മണി, 11, 3 മണിക്കൂറുണ്ട്. 3 hours. ഒരു മണിക്കൂറിൽ എത്രയാണ്? 4 യൂണിറ്റ് ആണ്. അപ്പൊ 3 × 4 12 യൂണിറ്റ്സ് എ ഫില്ല് ചെയ്തു. 12 യൂണിറ്റ്സ്. ബിയുടെ കേസിലോ 9 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. 11 മണി വരെ 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂറിൽ 5 ആണ്. അപ്പൊ 2 × 5 10 യൂണിറ്റ്സ്. 11 മണിയായപ്പം എ 12 യൂണിറ്റും ബി 10 യൂണിറ്റും കൂടെ വെച്ചിട്ട് 22 യൂണിറ്റ് ആണ് ഇപ്പൊ ടാങ്കിലുള്ളത്. 22 യൂണിറ്റ്. അതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. 11 മണിയായപ്പോഴാണ് വില്ലൻ കയറി വരുന്നത്. ആരാ? സി ആണ് എംപ്റ്റി ചെയ്യുന്ന ആൾ. സി എംപ്റ്റി ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ സി ഇപ്പം എത്ര സമയം എടുത്തിട്ടാണ് ആ ടാങ്ക് എംപ്റ്റി ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ എയും ബിയും ഓപ്പൺ തന്നെയാണ്. ഓക്കെ, 11 മണിക്ക് ശേഷം എ 4 യൂണിറ്റ് ഫില്ല് ചെയ്യുന്നു, ബി 5 യൂണിറ്റ് ഫില്ല് ചെയ്യുന്നു. അപ്പൊ 9 യൂണിറ്റ് ഫില്ലായി. ഓക്കെ, 9 യൂണിറ്റ് ഫില്ലായി. പക്ഷെങ്കിൽ 15 യൂണിറ്റ് ആര്? സി കളയുവാണ്. ഇപ്പൊ നെറ്റ് എഫക്ട് എന്താ? ഇവിടെ 6 യൂണിറ്റ് വെച്ചിട്ട് പൊക്കോണ്ടിരിക്കുക അല്ലെ? 4 + 5 9, 9 - 15 6 യൂണിറ്റ്സ് വെച്ച് പൊക്കോണ്ടിരിക്കുക. 22 യൂണിറ്റ് ഇപ്പൊ ടാങ്കിലുണ്ട്. 6 യൂണിറ്റ് വെച്ച് പൊക്കോണ്ടിരിക്കുക. അപ്പൊ ടൈം എത്ര കിട്ടും? ടൈം 22/6 എത്ര കിട്ടും? 3 2/3 എന്ന് കിട്ടും. 3 2/3 അവേഴ്സ് എന്ന് കിട്ടും. അതായത് 3 hours 40 minutes എന്ന് കിട്ടും. അപ്പൊ ആ 22 യൂണിറ്റ് 11 മണിയായപ്പോ 22 യൂണിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 3 മണിക്കൂർ 40 മിനിറ്റ് എടുത്തിട്ടാണ് എംപ്റ്റി ആകുന്നത്. കാര്യം എയും ബിയും സിയും കൂടെ ഓപ്പൺ ആയിരിക്കുമ്പോൾ 6 യൂണിറ്റ് വെച്ച് പൊക്കോണ്ടിരിക്കുക. 11 മണിയിൽ നിന്ന് 3 മണിക്കൂർ 40 മിനിറ്റും കൂടെ ആഡ് ചെയ്യുന്നു. 2:40 PM ആകുമ്പോ എന്ത് കിട്ടുന്നു? ടാങ്ക് എംപ്റ്റി ആയി കിട്ടുന്നു. നമ്മുടെ ആൻസർ എന്താ പറഞ്ഞേ? ഓപ്ഷൻ ഡി 2:40 PM എന്ന് വരും. 2:40 PM. ക്ലിയർ അല്ലേ അത്? അപ്പം എയും ബിയും സി അതിന്റെ ടൈം എടുക്കുക, LCM എടുത്ത് ടാങ്ക് കപ്പാസിറ്റി കിട്ടി, എത്ര യൂണിറ്റ് ആണ് ഒരു മണിക്കൂർ എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വരുന്നത്. പൈപ്പ് എ 8 മണിക്ക് ഓപ്പൺ ആണ്. എപ്പോഴും ഓപ്പൺ ആണ്. 8 മണി തൊട്ട് 11 മണി വരെ കൊണ്ട് എ 12 യൂണിറ്റ് ഫില്ല് ചെയ്തു. ബി 9 മണിക്ക് ഓപ്പൺ ആക്കിയേക്കുന്നത്. 11 മണി ആയപ്പോഴത്തേക്ക് 10 യൂണിറ്റ് ഫില്ല് ചെയ്തു. അങ്ങനെ 12 ഉം 10 22 യൂണിറ്റ് ഇപ്പൊ ടാങ്കിലുണ്ട്. 11 മണി ആയപ്പോ 11 മണിക്കാണ് നമ്മുടെ സി വരുന്നത്. സി വരുന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ എംപ്റ്റി ആണ്. അപ്പൊ നെറ്റ് എഫക്ട് എന്താ? 4 + 5 9 - 15 6 യൂണിറ്റ്സ് ആണ് എംപ്റ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 22 യൂണിറ്റ് എംപ്റ്റി ചെയ്യാൻ 3 മണിക്കൂർ 40 മിനിറ്റ് വേണം. 11 മണിയോടെ അത് ആഡ് ചെയ്യുന്നുണ്ടെ 2:40 PM എന്ന് കിട്ടും. 2:40 PM ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ സിസ്റ്റം is normally filled in 8 hours but takes another 2 hours longer to fill
because of a leak in its bottom. If the cistern is full, and then the leak will empty it. 16 hours, 20 hours, 25 hours, 40 hours. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ടാങ്ക് ഫില്ലാകാൻ 8 മണിക്കൂർ മതിയായിരുന്നു. പക്ഷെ താഴെ എന്തോ ഒരു പൊട്ടലുണ്ട്, ലീക്കുണ്ട്. അത് കാരണം 8 മണിക്കൂർ എന്നുള്ളത് ഇപ്പൊ 10 മണിക്കൂർ എടുത്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതായത് 2 hours ലോങ്ങർ എടുക്കും. 10 മണിക്കൂർ എടുത്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ടാങ്ക് ഫുള്ളാന്ന് വിചാരിക്കുക, അത് ആ ലീക്ക് മാത്രമുണ്ട്, പൊക്കോണ്ടിരിക്കുക വെള്ളം. ആ ലീക്ക് കാരണം കൊണ്ട് അത് എംപ്റ്റി ആകാൻ എത്ര മണിക്കൂർ വേണം? പക്ഷെ ക്ലിയർ ആയോ? ലീക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പൈപ്പ്സ് ആൻഡ് സിസ്റ്റങ്ങളിൽ വരുന്നതാണ്. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യും? വിഷമിക്കൊന്നും വേണ്ട, വളരെ ഈസിയാണ് അതും സോൾവ് ചെയ്യാൻ. നേരെ നമ്മൾ ഇത്ര നേരം ചെയ്ത പോലെ തന്നെയാണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. 8 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യേണ്ട സാധനം ഇപ്പൊ എത്ര മണിക്കൂർ എടുക്കുന്നുണ്ട്? 10 മണിക്കൂർ എടുക്കുന്നുണ്ട്, ലീക്കും കൂടെ വന്നപ്പോ. അങ്ങനെയാണെങ്കിൽ ആ ലീക്ക് മാത്രം കൊണ്ട് ആ ടാങ്ക് എംപ്റ്റി ആകാൻ എത്ര സമയം വേണം? ഓക്കെ, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു പൈപ്പ് കണ്ടിരിക്കുന്ന അപ്പം എ ആണെന്ന് വിചാരിക്കുക, പൈപ്പ് എ ആണെന്ന് വിചാരിക്കുക, അതിന് 8 hours വേണം. ഓക്കെ, ഈ എയും ഒരു ലീക്കും കൂടെ വന്നപ്പോ ശരിക്കും എത്ര മണിക്കൂർ എടുക്കുന്നത്? 10 മണിക്കൂർ എടുക്കുന്നുണ്ട് ഇപ്പൊ ഫില്ല് ചെയ്യാൻ. മനസ്സിലായോ? 8 മണിക്കൂർ എടുത്തോണ്ടിരുന്ന സാധനം ആ പൈപ്പ് ഫില്ല് ചെയ്യുന്നോണ്ട് ഒരു ലീക്കും കൂടെ കാരണം എന്ത് വരുന്നു? 10 ആണ് കിട്ടുന്നത്. 10. ഓക്കെ, എത്ര അവേഴ്സ് ആണ് കിട്ടുന്നത്? നമ്മൾ LCM എടുക്കുന്നതാണ് എന്ത് വരും? 40 എന്ന് കിട്ടും. ഇതാണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് വിചാരിക്കാം. 40 ആണെങ്കിൽ 40/8, 5 യൂണിറ്റ് ആണ് ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത്. 40/10 4 എന്ന് കിട്ടും. 4 യൂണിറ്റ്സ് ആണ് ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത്. ഇനി എങ്ങനെ നമുക്ക് ചെയ്യാം? ക്വസ്റ്റ്യനിലോട്ട് വന്നേ. പൈപ്പ് 5 യൂണിറ്റ് ആണ് ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ലീക്കും കൂടെ വന്നപ്പോ ഇപ്പൊ 4 യൂണിറ്റ് ഫില്ല് ചെയ്യുന്നുള്ളൂ. ശരിക്കും ആ ലീക്ക് എന്ന് പറയുന്നപ്പോ എന്തായി? 5 യൂണിറ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇപ്പൊ 4 യൂണിറ്റേ ഉള്ളൂ. 5 - 4, 1 യൂണിറ്റ് ആണ് ലീക്ക് കാരണം ഒരു മണിക്കൂറിൽ പോകുന്നത്. അത് നമുക്ക് കിട്ടി ഇല്ലേ? 5 യൂണിറ്റ് എന്നുള്ളത് ഇപ്പൊ 4 ആയില്ലേ? അപ്പൊ 1 യൂണിറ്റ് ആണ് ലീക്ക് എന്ന് പറയുന്നത്. അപ്പൊ 40 ടാങ്ക് കപ്പാസിറ്റി അത് ഫുൾ എംപ്റ്റി ആക്കാൻ 40/1 40 hours എന്ന് കിട്ടും. 40 hours. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി 40 hours എന്ന് കിട്ടും. 40 hours. ഈസി അല്ലായിരുന്നു അത്. അപ്പൊ ലീക്കും കൂടെ വരുന്ന കേസിൽ പൈപ്പിന്റെ ടൈമും ആ ലീക്കും കൂടെ വെച്ചിട്ടുള്ള ടൈമും എടുക്കുക, പിന്നെ ബാക്കി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതും ലീക്ക് വെച്ചിട്ടുള്ളത് തന്നെയാണ്, സോൾവ് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പമ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് വിത്ത് വാട്ടർ ഇൻ 2 hours. Because of a leak in the tank, it was taking 2 1/3 hours to fill the tank. The leak can drain all the water from the tank in 8 hours, 7 hours, 4 1/3 hours, 14 hours. Same question തന്നെ, ടൈപ്പ്. 2 hours ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്, ഇപ്പൊ അത് എത്രയാ? 2 1/3 hours ആണ്. ഫ്രാക്ഷൻ വന്നെന്നുള്ളതേ ഉള്ളൂ പ്രശ്നം, വേറെ ഒന്നുമില്ല ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ ആ ലീക്ക് കാരണം ഫുൾ ടാങ്ക് എംപ്റ്റി ചെയ്യാൻ എത്ര സമയം വേണം? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. പൈപ്പ് എ ഉണ്ട്, എ ഒരു ലീക്കും ഉണ്ടെന്ന് വിചാരിക്കാം. എ 2 hours ആണ് എടുക്കുന്നത്, മറ്റേതോ 2 1/3 hours എന്നാണ് നിൽക്കുന്നത് അല്ലെ? 2 1/3. അപ്പൊ അത് മിക്സർ ഫ്രാക്ഷൻ മാറ്റുന്നത് എത്ര കിട്ടും? 7/3 എന്ന് കിട്ടും. 7/3 hours. LCM എടുക്കാം. ഇതിന്റെ LCM എന്ത് വരും? ഫ്രാക്ഷൻ ആണ് വരുന്നത്. ഫ്രാക്ഷന്റെ LCM എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫ്രാക്ഷൻ 2/1ന്റെയും 7/3യുടെയും LCM എന്ത് വരും? LCM ഓഫ് ഫ്രാക്ഷൻ. LCM ഓഫ് ഫ്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ LCM ഓഫ് ന്യൂമറേറ്റർ എടുക്കുക. 2ന്റെയും 7ന്റെ LCM എത്രയാ? 14. HCF ഓഫ് ഡിനോമിനേറ്റർ 1ന്റെയും 3യുടെയും HCF എത്ര? ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എത്ര? 1. LCM എന്ത് വരും? 14 എന്ന് കിട്ടും. 14 ആണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് വിചാരിക്കുക. 14/2 7 യൂണിറ്റ്സ്. ഇനി 14 ഡിവൈഡഡ് ബൈ 7/3. 14 ഡിവൈഡഡ് ബൈ 7/3 അപ്പൊ എന്ത് വരും? 14 × 3/7 അപ്പൊ എന്ത് വരും? 6 എന്ന് വരും. അപ്പൊ ഇത്രയും യൂണിറ്റ് ആണ് ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത്. 7ഉം 6 വരെ. ഓക്കെ, ഇത് ഓർക്കുക. LCM ഓഫ് എ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് LCM HCF അത് ഇമ്പോർട്ടന്റ് ആണ്. ഫ്രാക്ഷന്റെ LCM ഓഫ് എ ഫ്രാക്ഷൻ ആണെങ്കിൽ LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ ആണ്. നേരത്തെ പറഞ്ഞു ഇങ്ങനെ LCM തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 7/3 14/3 എന്ന് എടുക്കാം. എടുത്ത് ചെയ്ത് നോക്കിയോ, അത് തന്നെ ആൻസർ. നമുക്ക് ഫൈനൽ ആൻസർ സെയിം തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ഒരു മണിക്കൂറിൽ അവർ ഫില്ല് ചെയ്യുന്ന വാല്യൂ മാറും, പക്ഷെ ഫൈനൽ ആൻസർ തെറ്റൂല. ഓക്കെ, ഇത് ടാങ്ക് കപ്പാസിറ്റി 14 ആണെങ്കിൽ ഇത്രയാണ് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ടാങ്ക് കപ്പാസിറ്റി 14 ആണെങ്കിൽ 7 യൂണിറ്റ് ആണ് ഒരു മണിക്കൂറിൽ എ ഫില്ല് ചെയ്യുന്നത്. ലീക്കും കൂടെ ഉള്ളത് കൊണ്ട് 6 യൂണിറ്റ് ഫില്ല് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ലീക്ക് മാത്രം എന്താ ഉണ്ടാക്കുന്നത്? ലീക്ക് മാത്രം കൊണ്ട് 7 - 6 1 യൂണിറ്റ് ആണ് ഒരു മണിക്കൂറിൽ ലീക്ക് കാരണം പോകുന്നത്. ഓക്കെ, ടാങ്ക് കപ്പാസിറ്റി എത്രയാ? 14 യൂണിറ്റ് ആണ്. ഒരു മണിക്കൂറിൽ 1 യൂണിറ്റ് ആണ് ലീക്ക് കാരണം പോകുന്നത്. അപ്പൊ ലീക്ക് കാരണം മൊത്തം എംപ്റ്റി ചെയ്യാൻ എത്ര സമയം വേണം?
14/1 14 hours എന്ന് കിട്ടും. 14 hours എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാ വരുന്നത്? 14 hours ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി 14 hours. ഓക്കെ, ഒരു പൈപ്പ് കാരണം 7 യൂണിറ്റ് ഫില്ല് ചെയ്യുന്നുണ്ട് ഒരു മണിക്കൂറിൽ. പൈപ്പ് ലീക്കും കാരണം 6 യൂണിറ്റ് ആണ് ഫില്ല് ചെയ്യുന്നത്. ഒരു യൂണിറ്റ് ആണ് എന്താണ് അവിടെ ലീക്ക് കാരണം കുറഞ്ഞത്. ലീക്ക് കാരണം 1 യൂണിറ്റ് പോയി ഒരു മണിക്കൂറിൽ. അപ്പൊ 14 എത്താൻ വേണ്ടിയിട്ട് 14 എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 14/1 14 മണിക്കൂർ എന്ന് കിട്ടും. 14 hours ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ക്ലിയർ അല്ലേ? അത് ലീക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. വേറൊന്നുമില്ല, ലീക്കും കൂടെ വരുന്ന ഉടനെ ആ പൈപ്പിൽ ലീക്കും കൂടെ വെച്ചിട്ടുള്ള ടൈമും കൂടെ എടുക്കാം. പൈപ്പിന്റെ ടൈമും പൈപ്പിൽ ലീക്കും കൂടെ വെച്ചിട്ടുള്ള, പിന്നെ എല്ലാം സിമ്പിൾ തന്നെ. ലീക്ക് നമുക്ക് കിട്ടും, നമുക്ക് പിന്നെ അത് എൻഡ് ചെയ്യാൻ വേണ്ടി എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, ലീക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പൈപ്പ് ക്യാൻ empty a tank in 40 minutes. A second pipe with diameter twice as much as that of the first is also attached with a tank to empty it. How much time will the two pipes together take to empty the tank? 8 minutes, 13 1/3 minutes, 30 minutes, 38 minutes. ഒരു പൈപ്പ് ഒരു ടാങ്ക് ഫുൾ ടാങ്കിന് എംപ്റ്റി ചെയ്യാൻ 40 മിനിറ്റ് എടുക്കും. ഡയമീറ്റർ ആ പൈപ്പിനേക്കാൾ ഡബിൾ ആയിട്ട് ഒരെണ്ണം വെച്ചു കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഓപ്പൺ ആക്കി വെച്ചേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഈ ടാങ്കിനെ എംപ്റ്റി ചെയ്യാൻ വേണ്ടി എത്ര സമയം ഒരുമിച്ച് എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? രണ്ട് പൈപ്പ് ഉണ്ട്, പൈപ്പ് എയും പൈപ്പ് ബി എന്നും വിചാരിക്കാം. ഇതിന്റെ ഡയമീറ്റർ ഡി ആണ് എങ്കിൽ ഇതിന്റെ ഡയമീറ്റർ 2D ആണ്. പൈപ്പ് എ 40 മിനിറ്റ് എടുക്കുന്ന പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്താ വേണ്ട? ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത് എന്താ? പൈപ്പ് ബി എത്ര സമയം എടുക്കുന്നു എന്ന് കണ്ടുപിടിക്കുക അല്ലെ? ഇപ്പൊ എക്സാമ്പിൾ പറയാം, പൈപ്പ് എ 40 മിനിറ്റ് എടുത്തു, പൈപ്പ് ബി 50 മിനിറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ പൈപ്പ് എയും ബിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തതാണ്. പൈപ്പ് ബിക്ക് എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അത് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എയും ബിയും കൂടെ വെച്ചിട്ടുള്ള നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ പൈപ്പ് ബി എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ്, അത് ഡയമീറ്റർ ട്വൈസ് ആയിട്ടുള്ള സാധനം എത്ര സമയം എടുക്കുന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പൈപ്പ് എ എത്രയാണ്? 40 മിനിറ്റ്സ് ആണ്. അപ്പൊ പൈപ്പ് ബി എത്രയാന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വരച്ചിട്ട് ബാക്കി സാധനം ചെയ്യാം അല്ലെ? അപ്പൊ പൈപ്പ് ബി എത്രയാന്നുള്ള എങ്ങനെ കണ്ടുപിടിക്കും? ഡയമീറ്റർ ഡബിൾ ആയി വന്നിട്ടുണ്ട്. ഡയമീറ്റർ ഡബിൾ ആയി. ഇപ്പൊ ഡയമീറ്റർ ഡബിൾ ആവുന്നുണ്ടെങ്കിൽ കൂടുതൽ സാധനം വെള്ളം എംപ്റ്റി ചെയ്യാൻ പറ്റും. വലിയ പൈപ്പാണ്, അപ്പൊ കൂടുതൽ വോളിയം പുറത്തോട്ട് കളയാൻ പറ്റും അല്ലെ? അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി 1 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എഫിഷ്യൻസി ട്വൈസ് ആയിരിക്കുമോ? അല്ല. ഇതിന്റെ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ഏരിയ ആണ്. ഒരു പൈപ്പിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, ഒരു പൈപ്പ് ഉണ്ട്, അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ ഏരിയ ആണ്. സർക്കിളിന്റെ ഏരിയ എന്താ? ഡയമീറ്റർ ഉണ്ടെങ്കിൽ π/4 d². ഇവിടെ എന്ത് വരും? π/4 2d the whole square എന്ന് വരും. ഓക്കെ, ഇതെന്ത് വരും? 4 into π/4 d² എന്ന് വരും. π/4 d² ഇവിടെ 4 ടൈംസ് വരും. അപ്പൊ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ആ പൈപ്പിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആണ്. ഒരു പൈപ്പിനെ കട്ട് ചെയ്ത് നോക്കി ഒരു സർക്കിൾ ആണ് വരുന്നത്. അപ്പൊ സർക്കിള് ആ ഒരു ഏരിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്? ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. π/4 d² കോമൺ ആണ്. അപ്പൊ എഫിഷ്യൻസിയുടെ റേഷ്യോ എങ്ങനെ വരുന്നത്? എഫിഷ്യൻസിയുടെ റേഷ്യോ 1:4 ആണ്. അതായത് പൈപ്പ് എ 1 യൂണിറ്റ് ആണ് പുറത്തോട്ട് കളയുന്നതെങ്കിൽ പൈപ്പ് ബി എത്രയാ? 4 യൂണിറ്റ് പുറത്തോട്ട് വിടും. നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ട്വൈസ് ആയതുകൊണ്ട് ഇപ്പൊ പൈപ്പ് എ 1 യൂണിറ്റ് ആണ് പുറത്ത് വിടുന്നതെങ്കിൽ ഡയമീറ്റർ ട്വൈസ് ആണല്ലോ. അപ്പൊ പൈപ്പ് ബി 2 യൂണിറ്റ് ആയിരിക്കും വിടുന്നതെന്ന് വിചാരിക്കും. അല്ല, പൈപ്പ് ബി 4 യൂണിറ്റ് വിടും. എഫിഷ്യൻസി എന്ന് പറയുന്നത് 1:4 റേഷ്യോ ആണ്. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏരിയ ആണ്. ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് സർക്കിളിന്റെ ആണ്. π/4 d² വരും. എഫിഷ്യൻസിയുടെ റേഷ്യോ അറിയാവുന്ന ടൈമിന്റെ റേഷ്യോ എന്താ പറഞ്ഞേ? എഫിഷ്യൻസിയുടെ റേഷ്യോയുടെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും. എന്താണ്? 4:1 എന്ന് വരും. 4:1. ഓക്കെ, എഫിഷ്യൻസിയും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓർത്ത് വെച്ചേക്കുന്നത് എഫിഷ്യൻസിയും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പൊ എഫിഷ്യൻസിയുടെ റേഷ്യോ അറിയാമെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്താ? നേരെ ഇൻവേഴ്സ് എടുക്കുക. കൂടുതൽ എഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? കുറച്ച് സമയം മതി. കുറച്ച് എഫിഷ്യന്റ് ആണെങ്കിലോ കൂടുതൽ സമയമാണ്. അത്രേ ഉള്ളൂ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, പൈപ്പ് എയുടെ സമയം നമുക്കറിയാം 40 ആണ്. അപ്പൊ 4 എന്ന് പറയുന്നത് 40, ഇപ്പൊ ഇൻറ്റു 10 ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എത്രയാ? 10 ആണ്. അപ്പൊ 40 മിനിറ്റും പൈപ്പ് ബിക്ക് എത്ര കിട്ടുന്നത്? പൈപ്പ് ബിക്ക് 10 മിനിറ്റും ആണ്. ഇനി നമുക്ക് ചെയ്തുകൂടെ? ഇനി നമുക്ക് ചെയ്യാം. അപ്പൊ പൈപ്പ് ബിയുടെ സമയം നമുക്ക് കിട്ടി. അതായത് നമുക്ക് വേണ്ടത് അപ്പൊ എയും ഉണ്ട് ബിയും ഉണ്ട്. 2 എംപ്റ്റി ചെയ്യുവാണ്. അത് പോട്ടെ. ഒന്ന് 40 മിനിറ്റ്, ഒന്നിപ്പോ കിട്ടി 10 മിനിറ്റ് എന്നുള്ളത്. LCM എടുത്തു. ടാങ്ക് കപ്പാസിറ്റി 40 എന്ന് കിട്ടി. ഇവിടെ എന്ത് വരും? 1. ഇവിടെ എന്ത് വരും? 4. ഇത്രയും യൂണിറ്റ് ആണ് ഒരു മിനിറ്റിൽ അവർ എംപ്റ്റി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എ 1 യൂണിറ്റ് ആണ് എംപ്റ്റി ചെയ്യുന്നതെങ്കിൽ ബി എത്രയാണ്? 4 യൂണിറ്റ് ആണ് എംപ്റ്റി ചെയ്യുന്നത്. അപ്പൊ എയും ബിയും കൂടെ എത്ര എംപ്റ്റി ചെയ്യുന്നത്? A + B 1 + 4
5 എന്ന് കിട്ടും. 5 യൂണിറ്റ് ആണ് അവർ എൻഡ് ചെയ്യുന്നത്. 5 യൂണിറ്റ് എയും ബിയും കൂടെ. അപ്പൊ 40 ആണ് ടാങ്ക് കപ്പാസിറ്റി. 5 യൂണിറ്റ് ആണ് എംഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ എത്ര ടൈം എടുക്കും എംഡ് ചെയ്യാൻ? 40/5 എത്ര കിട്ടും? 8 മിനിറ്റ്. ഏത് ഓപ്ഷനാ വന്ന മക്കളെ? ഏത് ഓപ്ഷനാ? ഓപ്ഷൻ എ 8 മിനിറ്റ്സ് എന്ന് കിട്ടും. 8 മിനിറ്റ്സ്. ഓക്കെ, ഇതൊന്നുകൂടെ പറഞ്ഞുതരാം. ഒരു പൈപ്പ് ഉണ്ട്, അത് 40 മിനിറ്റ് എടുത്താണ് എംഡ് ചെയ്യുന്നത്. വേറൊരു പൈപ്പ് ഉണ്ട്, അത് ഡയമീറ്റർ ട്വൈസ് ആണ്, അതും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ എത്ര സമയം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ടാമത്തെ പൈപ്പിന് എത്ര സമയം എടുക്കും എന്നുള്ളത് കണ്ടുപിടിച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ രണ്ടാമത്തെ പൈപ്പിന് എത്ര സമയം എടുക്കും? ഒന്നിന് 40 മിനിറ്റ് ആണെങ്കിൽ ഡയമീറ്റർ ഡി ആണ്, മറ്റേത് ട്വൈസ് ഡയമീറ്റർ ആണ്. അപ്പം സമയം കുറവ് മതി എന്തായാലും. അപ്പൊ നേരെ പകുതി മതിയോ സമയം? അല്ല. അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി നോക്കുക. ഫസ്റ്റ് പൈപ്പിന്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ മറ്റേതിന്റെ എഫിഷ്യൻസി 2 ആകത്തില്ല. കാരണം ഡയമീറ്റർ ട്വൈസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ എഫിഷ്യൻസി ഡബിൾ ആകത്തില്ല. പകരം അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയിലാണ് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്. ക്രോസ് സെക്ഷണൽ ഏരിയ π/4d² സർക്കിൾ ആണ്. ഇവിടെ π/4 2d² ആണ്. അപ്പൊ 4 × π/4 d² എന്ന് വരും. ഇത് എഫിഷ്യൻസിയുടെ റേഷ്യോ 1:4 ആണ്. എഫിഷ്യൻസിയും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. 1:4 എഫിഷ്യൻസി ആണെങ്കിൽ ടൈം എന്താണ്? 4:1. പൈപ്പ് എയുടെ ടൈം നമുക്കറിയാം 40 ആണ്. 440 ആണെന്നുണ്ടെങ്കിൽ × 10 ആണ്. ഇവിടെ × 10 ചെയ്തു 10 എന്ന് കിട്ടി ടൈം. പൈപ്പ് ബിയുടെ ടൈം 10 ആണ്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 14 10 എടുത്തു. കമ്പൈൻഡ് ആയിട്ട് എത്ര വരുമെന്ന് നോക്കി നമുക്ക് എന്ത് കിട്ടി? 8 മിനിറ്റ് കൊണ്ടാണ് എയും ബിയും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എൻഡ് ചെയ്യുന്നതെന്ന് കിട്ടി. 8 മിനിറ്റ് ഓപ്ഷൻ എ എന്ന് കിട്ടി. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? അത് എപ്പോഴും ഓർക്കുക, ഡയമീറ്റർ ഡബിൾ ആകുന്ന ഉടനെ, ഒരു പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ ഡബിൾ ആകുന്ന ഉടനെ എഫിഷ്യൻസി ഡബിൾ ആകുമല്ല ചെയ്യുന്നത്, എഫിഷ്യൻസി 4 ടൈംസ് ആകും. അത് ഓർത്ത് വെച്ചേക്കാം. അത് ഓർത്ത് വെച്ചോണ്ട് അപ്പൊ ഏരിയയുടെ വെച്ച് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എഫിഷ്യൻസി 4 ടൈംസ് ആകുമെന്ന് ഓർത്ത് വെച്ചേക്കാം. എഫിഷ്യൻസി 4 ടൈംസ് ആകുകയാണെങ്കിൽ ടൈമിന്റെ റേഷ്യോ നേരെ തിരിച്ചെടുക്കുക, പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാം. ഡയമീറ്റർ ഡബിൾ ആകുവാണെങ്കിൽ എഫിഷ്യൻസി 4 ടൈംസ് ആകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. A tank is filled in 5 hours by 3 pipes A, B and C. The pipe C is twice as fast as B and B is twice as fast as A. How much time will pipe A alone take to fill the tank? 20 hours, 25 hours, 35 hours, 40 hours. 3 പൈപ്പ് ഉണ്ട് ABC. 3ഉം കൂടെ ഇടുവാണെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് പൈപ്പ് ഫില്ലാവും. അങ്ങനെയാണെങ്കിൽ പൈപ്പ് എ മാത്രം എത്ര സമയം കൊണ്ട് ഫില്ലാക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ റിലേഷൻ തന്നിട്ടുണ്ട്. എന്താ? പൈപ്പ് സി ആണ് ഭയങ്കര ഫാസ്റ്റ്. പൈപ്പ് സി ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് ബി ആൻഡ് ബി ഈസ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് എ. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യാം? 3 പൈപ്പ് ഉണ്ട്, 3 ഫില്ല് ചെയ്യുക. ഓക്കെ, നമുക്ക് എയും ബിയുടെ സിയുടെ ഇൻഡിവിജ്വൽ ടൈം ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതവിടെ നിൽക്കട്ടെ, നമുക്കത് അറിഞ്ഞുകൂടാ. നമുക്ക് LCM എടുക്കാനോ ഒന്നുമില്ല നമുക്ക്. പക്ഷെ എന്തറിയാം നമുക്കിവിടെ എന്തറിയാം? പൈപ്പ് എക്കാളിലും ട്വൈസ് ആണ് പൈപ്പ് ബി. പൈപ്പ് ബിയെക്കാളും ട്വൈസ് ആണ് പൈപ്പ് ഏത്? പൈപ്പ് സി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പൈപ്പ് എ എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ് 1 മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്ന വിചാരിക്കും. പൈപ്പ് എ 1 യൂണിറ്റ് ആണ് 1 മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നതെങ്കിൽ പൈപ്പ് ബി എത്ര ആയിരിക്കും? അതിന്റെ ട്വൈസ് ആയിരിക്കും. അതായത് 1ന്റെ ട്വൈസ് 2 ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. പൈപ്പ് സിയോ ഇതിന്റെ ട്വൈസ് 4 ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. അല്ലേ? അപ്പൊ ഇത്രയും യൂണിറ്റ്സ് ആണ് 1 മണിക്കൂറിൽ ഇവർ ഫില്ല് ചെയ്യുന്നത്. ഇതൊന്നാണെങ്കിൽ ഇത് 2 ആയിരിക്കും, 4 ആയിരിക്കും. ഓക്കെ, എയും ബിയും സിയും കൂടെ എത്ര ആയിരിക്കും? 1 + 2 3 3 + 4 7 യൂണിറ്റ്സ് ആയിരിക്കും 1 മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത്. നമുക്കറിയാം എയും ബിയും സിയും കൂടെ 5 മണിക്കൂർ എടുത്തിട്ടല്ലേ ഫില്ല് ചെയ്യുന്നത്. 5 hours നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 7 യൂണിറ്റ് ആണ് ഇവർ 1 മണിക്കൂറിലെങ്കിൽ 5 മണിക്കൂർ എടുക്കുന്ന എത്രയും 35 എന്ന് കിട്ടും. 35 എന്നുള്ളതായിരിക്കും നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി എന്നുള്ളത്. ടാങ്ക് കപ്പാസിറ്റി 35 കിട്ടി. ചോദിച്ചേക്കുന്നത് എന്താ? പൈപ്പ് എ എലോൺ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. പൈപ്പ് എ എലോൺ എത്ര കിട്ടും? 35 ആണ് ടാങ്ക് കപ്പാസിറ്റി എങ്കിൽ 1 യൂണിറ്റ് ആണ് 1 മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ എത്രയാണ്? 35/1 35 hours എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 35 hours ആണ്. ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓപ്ഷൻ സി 35 hours. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ടൈം ഇല്ലായിരുന്നു, പക്ഷെ എഫിഷ്യൻസി നടുക്ക് എഴുതിയേക്കുന്നത് എത്ര യൂണിറ്റ്സ് പെർ അവർ അല്ലെങ്കിൽ എഫിഷ്യൻസി എന്നുള്ളതാണ്. അപ്പൊ എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, റിലേഷൻ റേഷ്യോ, അത് നമ്മൾ എടുത്തു. ടോട്ടൽ ടൈമും ഉണ്ട്. അപ്പൊ ടാങ്ക് കപ്പാസിറ്റി കണ്ടുപിടിച്ചു, നമ്മൾ ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ അത്? നമുക്ക് ട്രഡീഷണൽ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പൈപ്പ് എ എക്സ് അവേഴ്സ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. പൈപ്പ് എ എക്സ് അവേഴ്സ് എടുക്കുന്നെങ്കിൽ പൈപ്പ് ബിക്ക് എത്ര എടുക്കും? പൈപ്പ് ബി കൂടുതൽ എഫിഷ്യന്റ്, അപ്പൊ അതിന്റെ പകുതി സമയം x/2. പൈപ്പ് സിയോ x/4. അത് വെച്ചിട്ട് അങ്ങനെ സോൾവ് ചെയ്യാം. ഇത് മനസ്സിലായില്ലെങ്കിൽ അത് വെച്ചിട്ട് സോൾവ് ചെയ്യാം. പക്ഷെ ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എപ്പോഴും ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 pipes A and B can fill a water tank in 20 and 24 minutes respectively. And a third pipe C can empty at the rate of 3 gallons per minute.
If A, B and C are open together to fill the tank in 15 minutes, find the capacity of the tank. 180 gallons, 150 gallons, 120 gallons, 60 gallons. എന്താ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത്? 3 പൈപ്പ് ഉണ്ട്, എ ബി സി. എയും ബിയും ഫില്ല് ചെയ്യുവാണ്. അത് 20 മിനിറ്റും 24 മിനിറ്റുമാണ് എടുക്കുന്നത്. 20 മിനിറ്റും 24 മിനിറ്റ്. മൂന്നാമത്തെ പൈപ്പ് സി എന്ന് പറയുന്നതാണ് എം ഡി ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ടൈം തന്നിട്ടില്ല. അതിന് പകരം തന്നിരിക്കുന്നത് എന്താ? എത്ര റേറ്റിലാണ് ഇത് ചെയ്യുന്നത്? 3 gallons per minute. ഗാലൻ എന്ന് പറയുന്ന വോളിയത്തിന്റെ ഒരു ഇതാണ്. 3 gallons per minute. ഒരു ഗാലൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആണ്. ഒരു ഗാലൻ എന്ന് പറയുന്നത് 3.785 ലിറ്റർ ആണ്. ഓക്കെ, ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയുള്ള ഒരു ഗാലൻ എന്ന് പറയുന്നത് 3.785 ലിറ്റർ ആണ്. ലിറ്റർ നമുക്ക് ഫെമിലിയർ ആണ്. ഇപ്പൊ 3 gallons per മിനിറ്റിലാണ് ഒരു ആ പൈപ്പ് സി എം ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ എയും ബിയും സിയും കൂടെ 15 മിനിറ്റ് എടുക്കുന്നതും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടാങ്ക് കപ്പാസിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ടാങ്ക് കപ്പാസിറ്റി അപ്പൊ നമ്മൾ എഴുതിക്കേ, എ ഉണ്ട്, ബി ഉണ്ട്, എയും ബിയും സിയും കൂടെ ഉള്ള ടൈം തന്നിട്ടുണ്ട്. ഫില്ല് ചെയ്യുവാണ്, ഫില്ല് ചെയ്യുവാണ്. സി ഇത് എ പ്ലസ് ബി, സി എം ഡി ചെയ്യുവാണ്. അതവിടെ നോട്ടെ. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി മൈനസ് സി ആണെന്ന് എഴുതിക്കും. ഓക്കെ, സി എം ഡി ചെയ്യുവാണല്ലോ. ഓക്കെ, എ എന്ന് പറയുന്നത് 20 മിനിറ്റ് എടുക്കുന്നു, ബി എന്ന് പറയുന്നത് 24 മിനിറ്റ് എടുക്കുന്നു. നമുക്ക് തന്നിട്ടുണ്ട് അത്. എയും ബിയും സിയും കൂടെ വെക്കുന്നതാണ് എത്ര മിനിറ്റ് തന്നേക്കുന്നത്? 15 മിനിറ്റ് എന്നാണ് തന്നേക്കുന്നത്. 15 മിനിറ്റ്. ഓക്കെ, ഇത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യാം. LCM എടുക്കാം. 20, 24, 15. അപ്പൊ എത്ര വരും? 120 എന്ന് കിട്ടും. ഇതാണ് ടാങ്ക് കപ്പാസിറ്റി എങ്കിൽ നേരെ LCM എടുക്കുന്ന 120 ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എഴുതുവല്ല ചെയ്യണ്ടേ? ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഇങ്ങനെ ടാങ്ക് കപ്പാസിറ്റി ചോദിക്കുന്ന ഇപ്പം എക്സാമ്പിൾ, വേറെ എക്സാമ്പിൾ ആണെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റനിലൊക്കെ വാല്യൂസ് നമ്മൾ എടുത്ത് ജസ്റ്റ് LCM കിട്ടുന്ന വാല്യൂ ടാങ്ക് കപ്പാസിറ്റി ആണെന്ന് വിചാരിക്കരുത്. അത് ടാങ്ക് കപ്പാസിറ്റി ആണെങ്കിൽ, അസ്യൂം ചെയ്യുവാണ്, ആണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് ആണ് ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ എം ഡി ചെയ്യുന്നതെന്ന് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി? അല്ലാതെ LCM എടുക്കുന്ന ഈ ടൈമിന്റെ അല്ല LCM എന്ന് പറയുന്ന ടാങ്ക് കപ്പാസിറ്റി അല്ല. അതൊരിക്കലും അല്ല. അത് കോമൺ സെൻസ് ആണത്. അതാണെങ്കിൽ എത്രയാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അത് എപ്പോഴും ഓർമ്മ ഇരിക്കുക. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. 120/26, 120/24, 5, 120/15, 8. ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു മിനിറ്റില് ചെയ്യുന്നത്. മിനിറ്റ് ആണ് ഒരു മിനിറ്റില് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇന്ന് നോക്കിയേ. എ ഒരു മിനിറ്റില് 6 യൂണിറ്റ് ഫില്ല് ചെയ്തു, ബി ഒരു മിനിറ്റിൽ 5 യൂണിറ്റ് ഫില്ല് ചെയ്തു. എയും ബിയും സിയും കൂടെ വന്നപ്പോൾ അത് 8 യൂണിറ്റ് ആയി. അതായത് 6, 5, 11 ആയി. 11 നിന്ന് 8 ആയി. അതായത് 3 കുറഞ്ഞു. അപ്പൊ സി എന്ന് പറയുന്നത് എത്രയാ? 3 യൂണിറ്റ് ആണ് ഒരു മിനിറ്റിൽ തന്നിട്ടുണ്ട്. ഒരു മിനിറ്റിൽ 3 യൂണിറ്റ് ആണ് എം ഡി നമുക്ക് കിട്ടി. ഓക്കെ, ഇതിന്ന് ശരിക്കും നമുക്ക് സിയുടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 3 gallons per minute ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? സി എന്ന് പറയുന്നത് തേർഡ് പൈപ്പ് സി ക്യാൻ എം ഡി അറ്റ് ദ റേറ്റ് ഓഫ് 3 gallons per minute തന്നിട്ടുണ്ട്. ഇതിനർത്ഥം എന്താ? 3 യൂണിറ്റ് പെർ മിനിറ്റ്, 3 gallon per minute. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടി? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 gallon ആണ് കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ? 120 യൂണിറ്റ് ആണ് നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി എങ്കിൽ 120 gallons എന്ന് കിട്ടും. ഇവിടുത്തെ കേസിൽ സെയിം 1 യൂണിറ്റ് 1 gallon എന്ന് വന്നുകൊണ്ട് നേരെ നമുക്ക് 120 gallons തന്നെ കിട്ടും. ഓപ്ഷൻ സി എന്ന് കിട്ടും. അപ്പം അത് തന്നെ കിട്ടി. മജോറിറ്റി കേസിൽ അങ്ങനെ വരില്ല. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഈ സെയിം ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി നമുക്കിപ്പോ ഈ കേസിനകത്ത് നമുക്ക് സി എം ഡി ചെയ്യുന്നത് 6 gallons ആണെന്ന് വിചാരിക്കാം. ഇതിന് 3ക്ക് പകരം 6 gallons per minute ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 2 gallon വരത്തില്ലേ? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 2 gallon എന്ന് വരും. 2 gallon. ഓക്കെ, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 2 gallon എന്ന് വരും. ഒരു യൂണിറ്റ് 2 gallon. ടാങ്ക് കപ്പാസിറ്റി എത്ര? 120 യൂണിറ്റ്സ് എന്നാണ്. 240 gallons എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ 240 gallons അന്നേരം വന്നിട്ട് മനസ്സിലായി. ഇവിടെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 1 gallon വന്നോണ്ടാണ് നേരെ 120 gallons തന്നെ വന്നത്. എക്സാമ്പിൾ ആ 3 gallons per minute വരെ വേറെ വാല്യൂ ആണെങ്കിൽ നമ്മുടെ ഒരു യൂണിറ്റ് എന്നുള്ളത് മാറും. ആൻസർ മാറും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A cylindrical cistern of diameter 25 centimeter is full of water. If 11 liters of water is drawn off, the water level in the cistern will drop by. Use pi equal to 22/7. Options in the 10 1/2 centimeter, 12 6/7 centimeter, 22 2/5 centimeter, 20 2/5 centimeter. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സിലിണ്ടറിക്കൽ സിസ്റ്റം, ഒരു ടാങ്ക് ഉണ്ട്. അത് ഡയമീറ്റർ 25 സെന്റിമീറ്റർ ആണ്. 25 സെന്റിമീറ്റർ. അത് മുഴുവൻ വെള്ളമാണ്. 11 ലിറ്റർ എടുത്ത് മാറ്റിയപ്പം ഇതിന്റെ വാട്ടർ ലെവൽ എത്രയാണ് ഹൈറ്റ് കുറഞ്ഞത്? മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമുണ്ട്. അതിന് കുറച്ച് ഒരു മഗ് എടുത്തിട്ട് കുറച്ച് വെള്ളം കോരി കളഞ്ഞോണ്ട് എത്ര ഹൈറ്റ് കുറഞ്ഞു? ഒന്ന് ആലോചിച്ചാൽ എത്രയേ ഉള്ളൂ. എ സിലിണ്ടറിക്കൽ സിസ്റ്റം ഓഫ് ഡയമീറ്റർ 25 centimeter is full of water. If 11 liters of water is drawn off, the water level in the system will drop by. Okay, എങ്ങനെ ചെയ്യുന്നത് നമ്മളിത്? എങ്ങനെ ചെയ്യും?
ട്രൈ ചെയ്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ ക്വസ്റ്റിനും കിട്ടുന്നുണ്ട്, അത് വായിച്ച് തന്നെ ചെയ്യാൻ നോക്കുക, എന്നിട്ട് സൊല്യൂഷൻ നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. അപ്പം ഓക്കെ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ സെന്റിമീറ്ററിലാക്കുന്നത് എങ്ങനെയാ? 1 ലിറ്റർ ഇത് അറിഞ്ഞിരിക്കണം. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ? സെന്റിമീറ്റർ അല്ല, വോളിയമാണ്. അപ്പൊ സെന്റിമീറ്റർ ക്യൂബ് ഇത് അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊരു സിലിണ്ടർ, ഒരു ടാങ്ക് ഉണ്ട്. ഓക്കെ, 25 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഡയമീറ്റർ 25 സെന്റിമീറ്റർ. ഇത്രയായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു, ഫുള്ളാന്ന് വിചാരിക്കാം. ഓക്കെ, ഇത്രയാണ് ഫുൾ ലെവൽ എന്ന് വിചാരിക്കാം. ഇത് കുറച്ചെടുത്ത് മാറ്റിയപ്പം ഇതിന്റെ ഹൈറ്റ് കുറഞ്ഞ് ഇവിടെ എത്തി. അപ്പൊ ഇത്രയും ഹൈറ്റ് ആണ് കുറഞ്ഞിരിക്കുന്നത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതെന്ന് പറയുന്നത് 11 ലിറ്റർ വെള്ളം എടുത്ത് മാറ്റിയപ്പോഴാണ്. 11 ലിറ്റർ എടുത്ത് മാറ്റിയപ്പോൾ എത്ര ഹൈറ്റ് കുറഞ്ഞു? ഈ 11 ലിറ്റർ എന്ന് പറയുന്ന ഒരു വോളിയമാണ്. ഈ 11 ലിറ്റർ എന്ന് പറയുന്നതല്ലേ ഈ ഇത്രയും വോളിയം എന്ന് പറയുന്നത്? ഈ ഇത്രയും വോളിയം എന്ന് പറയുന്നത് അല്ലെ 11 ലിറ്റർ എന്ന് പറയുന്നത് അല്ലെ? ഈ ഒരു സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് എന്ത് വരും? വോളിയം ഓഫ് എ സിലിണ്ടറിന്റെ ഇക്വേഷൻ എന്താ? വോളിയം ഓഫ് എ സിലിണ്ടർ പൈ ആർ സ്ക്വയർ എച്ച് ആണ്. നിങ്ങൾക്ക് അറിയാതെ വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഇവിടെ റേഡിയസ് എത്രയാ? പൈ എന്ന് പറയുന്നത് നമുക്ക് 22/7 ആണ്. അത് അങ്ങനെ എടുക്കാം. യൂസ് പൈ 22/7 തന്നിട്ടുണ്ട്. 22/7 ഇൻറ്റു റേഡിയസ് 25/2. ഡയമീറ്റർ 25 ആണ്. അപ്പൊ റേഡിയസ് എത്ര? 25/2. ഹൈറ്റ് എത്രയാന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ഓഫ് എ സിലിണ്ടറിന്റെ ഇക്വേഷൻ കിട്ടി. ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ് വോളിയം? ഈ ഇത്രയും വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 11 ലിറ്റർ അല്ലേ? നമുക്ക് ഈക്വൽ ടു 11 ലിറ്റർ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, നമ്മളെല്ലാം സെന്റിമീറ്ററിലാക്കും. അപ്പൊ സെന്റിമീറ്റർ ക്യൂബ് നമുക്കറിയാം. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ആണ്. അപ്പം 11,000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. 11,000 സെന്റിമീറ്റർ ക്യൂബ്. ഇതിന് ഇക്വേറ്റ് ചെയ്യുക, ഹൈറ്റ് കണ്ടുപിടിക്കുക. ഹൈറ്റ് കണ്ടുപിടിച്ചേ h ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്തേ. 2h കട്ട് ചെയ്തു, 11 വന്നു. 11ഉം ഇതോടെ കട്ട് ചെയ്ത് 1000 വന്നു. നിങ്ങൾ കട്ട് ചെയ്തോ? അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തോ? അത് 40 വന്നു, 8 വന്നു. സിംപ്ലിഫൈ ചെയ്യുന്നോണ്ട് 112/5 എന്ന് കിട്ടും. 112/5 എന്ന് കിട്ടും. ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി 22/2/5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ സി 22/2/5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇത് നമ്മൾ എങ്ങനെ ചെയ്ത്? ഒരു ടാങ്ക് ഉണ്ട്, 25 സെന്റിമീറ്റർ ആയിരുന്നു ഡയമീറ്റർ, ഫുൾ ഓഫ് വാട്ടർ ആയിരുന്നു. 11 ലിറ്റർ എടുത്ത് മാറ്റിയാണ് ഇത്ര ഹൈറ്റ് കുറഞ്ഞ. ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ 11 ലിറ്റർ എന്ന് പറയുന്നത് അതിന്റെ ഇത്രയും വോളിയമാണ്. അപ്പൊ അത്രയും വോളിയം ഇക്വേറ്റ് ചെയ്തു. പൈ ആർ സ്ക്വയർ എച്ച് ആണ് സിലിണ്ടറിന്റെ വോളിയം. അപ്പൊ പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25/2 സെന്റിമീറ്റർ തന്നെ ഇട്ടാൽ മതി. പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 11,000 ആണ്. ഇത് 11 ലിറ്റർ ആണ്, സെന്റിമീറ്ററിലോട്ടാക്കി 11,000. ഇത് ഇക്വേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക. എച്ചിന്റെ വാല്യൂ കിട്ടും എന്താണ്? 22/2/5 സെന്റിമീറ്റർ എന്ന് കിട്ടും. 22/2/5 സെന്റിമീറ്റർ. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെന്റിമീറ്റർ ക്യൂബ് ആണെന്നറിയാം. അപ്പൊ സെന്റിമീറ്റർ എല്ലാം ആക്കി നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അത് അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ കൺവേർഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ വോളിയം ഓഫ് എ സിലിണ്ടർ എന്താ? വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 taps A, B, C can fill an overhead tank in 4, 6 and 12 hours respectively. How long would the 3 taps take to fill the tank if all of them are open together? 2 hours, 3 hours, 4 hours, 5 hours. സിമ്പിൾ ക്വസ്റ്റ്യൻ. 3 പൈപ്പ് ഉണ്ട്, എ ബി സി. 3 ഫില്ല് ചെയ്യാനുള്ള ടൈം വന്നിട്ടുണ്ട്. 4 hours എടുക്കും പൈപ്പ് എ. പൈപ്പ് ബി എത്ര എടുക്കും? 6 hours എടുക്കും. പൈപ്പ് സിയോ 12 hours എടുക്കും. അങ്ങനെയാണെങ്കിൽ 3 പൈപ്പും കൂടെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ, 3 ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന പൈപ്പാണ്, ഓപ്പൺ ചെയ്ത് വെച്ചാൽ എത്ര സമയം എടുക്കും ആ ടാങ്ക്, ഒരു എംപ്റ്റി ടാങ്ക് ഫുൾ ഫില്ല് ആക്കാൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എന്തൊക്കെയാ? 2 hours, 3 hours, 4 hours, 5 hours. ഇപ്പൊ നമുക്ക് എന്തായാലും അറിയാം എന്താണ്? 4 hours 5 hours വരില്ല. ഒരുമിച്ച് എല്ലാവരും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 4 hours കൊണ്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ 4ഉം 5 എന്തായാലും വരത്തില്ല. ഓപ്ഷൻ എയും ബിയും ആയിരിക്കും. എന്തായാലും 3യേക്കാളും 2 ആണ് കൂടുതൽ പ്രിഫറൻസ് വരുന്ന ആൻസർ വരാൻ. നമുക്ക് ചെയ്ത് നോക്കാം. 2 ആയിരിക്കും ചാൻസ് വരും. അപ്പൊ നമുക്ക് അന്നേരം തന്നെ നമുക്ക് 2 കൊടുക്കാൻ പറ്റും, നേരെ കാണുമ്പോൾ തന്നെ ഓപ്ഷൻ സി നോക്കുമ്പോൾ. ഓക്കെ, നമുക്ക് നോക്കാം. 3 പൈപ്പ് ഉണ്ട്, എ ബി സി. 3 ഫില്ല് ചെയ്യുവാണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. 3 ഫില്ല് ചെയ്യുവാണ്. എ എത്ര സമയം എടുത്തുന്നാ പറഞ്ഞേക്കുന്നത്? എ 4 മണിക്കൂർ, ബി 6 മണിക്കൂർ, സി 12 മണിക്കൂർ. ഓക്കെ, സി 12 മണിക്കൂർ. LCM എടുത്തു. 4, 6, 12. LCM എത്ര? 12 തന്നെ വന്നു. ടാങ്ക് കപ്പാസിറ്റി 12 ആണെന്ന് വിചാരിക്കുക. 12 ആണെങ്കിൽ എന്ത് കിട്ടും? 12/4 3, 12/6 2, 12/12 1. ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു മണിക്കൂറിൽ. ഇത് അവറാണ്. ഒരു മണിക്കൂറിൽ ഈ പൈപ്സ് ഫില്ല് ചെയ്യുന്ന വിചാരിക്കാം. അപ്പൊ എയും ബിയും സിയും കൂടെ എത്ര കിട്ടും? എ ആണെങ്കിൽ 3 യൂണിറ്റ്, ബി ആണെങ്കിൽ 2 യൂണിറ്റ്, സി ആണെങ്കിൽ 1 യൂണിറ്റ്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 6 യൂണിറ്റ്സ് ആണ് ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത്. ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണ് ടൈം എന്ത് കിട്ടും? ടാങ്ക് കപ്പാസിറ്റി 12 ആയിരുന്നു. 12/6 2 hours എന്ന് കിട്ടും. 2 hours. ഓപ്ഷൻ എ 2 hours എന്ന് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. ടൈം എഴുതി, LCM എടുത്ത് ടാങ്ക് കപ്പാസിറ്റി കിട്ടി, നമുക്ക് യൂണിറ്റ്സ്
ഓരോന്നിന്റെ യൂണിറ്റ് കിട്ടി, എത്ര ഒരു അവറിൽ എത്രയാ ഫില്ല് ചെയ്യുന്നുള്ളത്. എയും ബിയും സിയും കൂടെ 6 എന്ന് കിട്ടി. നമുക്ക് ടൈം എന്ന് പറയുന്നത് ടാങ്ക് കപ്പാസിറ്റി 12 ആണെങ്കിൽ ഇത് 6 ആണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 hours കൊണ്ട് ഫില്ല് ആവുമെന്ന് കിട്ടി. ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത് എന്താന്ന് വെച്ചാല്, അതായത് LCM തന്നെ വേണമെന്നില്ല. ഇപ്പൊ ഇവിടുത്തെ ഒരു കേസിൽ നോക്കിയോ, ഇപ്പൊ 4, 6, 12 ഞാൻ LCMന് പോയി ഞാനിപ്പോ 24 എന്ന് എടുത്തു. ടാങ്ക് കപ്പാസിറ്റി 24 എന്ന് എടുത്തു. അപ്പൊ എന്ത് വരും? 24/4 6, 24/6 4, 24/2. ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു മണിക്കൂർ എന്ന് വിചാരിക്കാം. അപ്പൊ എ ബി സിയും കൂടെ എന്ത് വരും? എ 6 ആണെങ്കിൽ ബി 4 ആണ്, സി 2 ആണ്. അപ്പൊ കൂട്ടുന്ന എത്ര? 12 യൂണിറ്റ് എന്ന് കിട്ടും. 12 യൂണിറ്റ് ഒരു മണിക്കൂറിൽ നിന്ന് കിട്ടും. അപ്പൊ ടൈം എത്ര കിട്ടും? ടാങ്ക് കപ്പാസിറ്റി 24 ആയി. ടൈം യൂണിറ്റ് എയും ബി സിയും കൂടെ എടുക്കുന്ന ഫില്ല് ചെയ്യുന്ന യൂണിറ്റ്സ് എത്ര? ഒരു മണിക്കൂറിൽ 12. അപ്പൊ 24/2 2 hours തന്നെ കിട്ടും. അതായത് ഫൈനൽ ആൻസർ സെയിം തന്നെയാണ്. ഇപ്പൊ ടാങ്ക് കപ്പാസിറ്റി മാറുന്നുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്ന അതിന്റെ വാല്യൂസും കറസ്പോണ്ടിംഗ്ലി മാറും. മനസ്സിലായോ? അപ്പൊ ടാങ്ക് കപ്പാസിറ്റി 12 ആണെങ്കിൽ എത്രയാണ് യൂണിറ്റ്സ് പെർ അവർ എന്ന് കണ്ടുപിടിച്ച് പിന്നെ ടൈം കണ്ടുപിടിച്ച്. ടൈമിന് വ്യത്യാസം വരുന്നില്ല. അത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, 2 pipes function simultaneously and the tank is filled in 12 hours. One pipe fills the tank 10 hours faster than the other. How many hours does the faster pipe alone take to fill the tank? 20 hours, 18 hours, 15 hours, 12 hours. 2 pipes function simultaneously. The tank is filled in 12 hours. One pipe fills the tank 10 hours faster than the other. How many hours does the faster pipe alone take to fill the tank? ഒരു പൈപ്പ് മറ്റേതിനേക്കാളും 10 മണിക്കൂർ വേഗത്തിൽ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരും കൂടെ പൈപ്പും കൂടെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂറിൽ അത് ഫില്ല് ചെയ്യുന്നതും തന്നിട്ടുണ്ട്. 12 മണിക്കൂർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര നേരം എടുത്തിട്ടാണ് ഈ ഫാസ്റ്റർ പൈപ്പ് എലോണ് എത്ര നേരം എടുത്തിട്ടാണ് ഫില്ല് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. എയും ബിയും ഉണ്ടെന്ന് വിചാരിക്കാം. എ ആണ് ഫാസ്റ്റർ പൈപ്പ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഫാസ്റ്റർ പൈപ്പ് ചെയ്യാന്ന് വിചാരിക്കുക. അതിനെടുക്കുന്ന ടൈം എക്സ് അവേഴ്സ് ആണെന്ന് വിചാരിക്കുക. എക്സ് അവേഴ്സ്. ഓക്കെ, അസ്യൂം ചെയ്യുക ഫാസ്റ്റർ പൈപ്പ് എ ആണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര അവേഴ്സ് ആണെന്നുള്ളത്. ഓക്കെ, പൈപ്പ് ബിയോ അടുത്ത പൈപ്പ് എത്രയാണ്? എത്ര അവേഴ്സ് എടുക്കും? അപ്പം മറ്റേതിനേക്കാളും 10 മണിക്കൂർ കൂടുതൽ എടുക്കത്തില്ലേ? ഇത് 10 hours ഫാസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 10 മണിക്കൂർ കൂടുതൽ എടുക്കും അത് പൈപ്പ് ബി. ഓക്കെ, LCM എന്ത് വരും? പ്രൊഡക്റ്റ് എടുത്തു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10. ഇതാണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ എഴുതുന്നില്ല. ഇനി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10 ബൈ എക്സ്. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ എക്സ് പ്ലസ് 10 എന്ന് കിട്ടും. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10 ബൈ എക്സ് പ്ലസ് 10. അപ്പോൾ എന്ത് കിട്ടും? എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി എയും ബിയും കൂടെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ എടുക്കുമെന്ന് തന്നേക്കുന്നത്. ഓക്കെ, ടാങ്ക് കപ്പാസിറ്റി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10. എയും ബിയും കൂടെ ഓപ്പൺ ആണെങ്കിൽ എത്ര യൂണിറ്റ് ആണ് ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത്? ഇത് നമ്മുടെ കൂട്ടിയാൽ പോലെ എക്സ് പ്ലസ് 10 പ്ലസ് എക്സ്. അപ്പൊ 2x പ്ലസ് 10 എന്ന് കിട്ടി. അപ്പൊ ഇത് ഈക്വൽ ടു എന്തെന്ന് നമുക്ക് എഴുതാൻ പറ്റും? പറഞ്ഞേ, ഇത് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10 എന്ന് കിട്ടി. ഇതെന്ന് പറയുന്നത് ഇത്ര യൂണിറ്റ്സ് പെർ അവർ ആണ്. അപ്പൊ എ എക്സ് പ്ലസ് 10 ആണെങ്കിൽ ബി എക്സ് ആണ്. അപ്പൊ അതിന്റെ കൂട്ടുന്നത് എത്രയാ? 2x പ്ലസ് 10 എന്ന് കിട്ടും. ഓക്കെ, ടാങ്ക് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ആ ഒരു മണിക്കൂർ എടുക്കുന്ന യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? ടൈം കിട്ടണം. ടൈം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 12 hours ആണ് തന്നിട്ടുണ്ട്. ഒന്നുകിൽ ഇവിടെ എക്സിന്റെ വാല്യൂ ഫാസ്റ്റ് പൈപ്പ് ഇനി ഓപ്ഷൻസ് ഇട്ട് കൊടുത്ത് നോക്കുക. സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കേണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇടുക 20 hours. 20 into 20 plus 10 30 divided by 2 into 20 40 plus 10 15 കിട്ടും. അപ്പൊ എത്ര കിട്ടും? 12 തന്നെ കിട്ടും. എക്സിന്റെ വാല്യൂ 20 ആണ്. ഓപ്ഷൻ സി തന്നെ കിട്ടും. ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കി. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ് സ്ക്വയർ പ്ലസ് 10x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 24x പ്ലസ് 120. സിംപ്ലിഫൈ ചെയ്യുന്നതാണ് എക്സ് സ്ക്വയർ മൈനസ് 14x മൈനസ് 120 ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുന്നതന്നെ എക്സ് ഈക്വൽ ടു 20 കിട്ടും. അങ്ങനെ സോൾവ് ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഇവിടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത് നമുക്ക് അവേഴ്സ് ഡയറക്റ്റ് തന്നിട്ട് അപ്പൊ എക്സ് എക്സ് പ്ലസ് 10 എടുത്ത് ചെയ്തു. അതല്ലെങ്കിൽ മറ്റേ നമ്മൾ നോർമലി ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സ് അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ എത്രയാ? 1/x. മറ്റേതാണെങ്കിൽ 1/x പ്ലസ് 10. അങ്ങനെ എടുത്തിട്ടും ചെയ്യാം ഏറ്റവും ബേസിക് രീതിയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ വരച്ച് ചെയ്യുന്ന പോലെയും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, 9 taps having same capacity fill up a water tank in 20 minutes. How many taps of the same capacity are required to fill up the same water tank in 15 minutes? Options: A 10, B 12, C 14, D none of these. Okay, 9 ടാപ്സിന് 20 മിനിറ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ടാപ്സിന് വേണം 15 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യാനെന്ന് നേരത്തെ ചെയ്തതാ. ഓക്കെ, നമ്മള്
ടൈം ആൻഡ് വർക്കിനകത്ത് പഠിച്ചോ ഇത് അത് അപ്ലൈ ചെയ്യുന്നത് M1 D1 T1 by W1 equals to M2 D2 T2 by W2. ഇവിടെ മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ, ഡേയ്സോ അങ്ങനൊന്നും ഇല്ല, അവേഴ്സ് മാത്രം, അല്ലെങ്കിൽ മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ M1 D1 എന്ന് പറയുന്നത് M2 D2 എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് വരും? 9 ടാപ്സിന് 20 മിനിറ്റ് എടുക്കും. അപ്പൊ എത്ര ടാപ്സ് വേണം, എത്ര മിനിറ്റ് കൊണ്ട് തീർക്കാനാണ്? 15 മിനിറ്റ് കൊണ്ട് തീർക്കാൻ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് 9 into 20 by 15 12 എന്ന് കിട്ടും. 12. ഓപ്ഷൻ ഏതാ വന്നേ? ഓപ്ഷൻ ബി 12 പൈപ്സ് അല്ല 12 ടാപ്സ് എന്ന് കിട്ടും. അപ്പൊ ഡയറക്റ്റ് ആണ്, ഇത്ര ആലോചിച്ചാൽ മതി. 9 ടാപ്സിന് 20 മിനിറ്റ്, അപ്പൊ 9 into 20 എത്ര ടാപ്സിന് വേണം? 15 മിനിറ്റ് കൊണ്ട് തീർക്കാം. അപ്പൊ x into 15 ആ എക്സ് കണ്ടുപിടിക്കുക. അപ്പൊ 9 into 20 equals x into 15. ജസ്റ്റ് ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടി ഈ ഒരു ഷോർട്ട് കട്ട് ഫോർമുല മാത്രം ഓർത്തിരിക്കുക. ടൈം ആൻഡ് വർക്ക് ആയിക്കോട്ടെ, റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. M1 D1 T1 by W1 equals to M2 D2 T2 by W2. ഡേയ്സ് വരുവാണെങ്കിൽ അതുകൂടെ വരും. ഡേയ്സും അവേഴ്സും ആണെങ്കിൽ D1 ഉം T1 ഉം കാണും. ഡേയ്സ് മാത്രമേ ഉള്ളെങ്കിൽ M1 D1 equal to M2 D2 ടൈം ആൻഡ് വർക്കിന്റെ കേസിൽ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടൈം അവേഴ്സ് അല്ലെങ്കിൽ അത് മിനിറ്റ്സ് മാത്രമേ ഉള്ളെങ്കിൽ M1 D1 equal to M2 D2 ഇത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ അത്? അപ്പൊ 9 ടാപ്സിന് 20 മിനിറ്റ് എടുക്കുമെങ്കിൽ എത്ര ടാപ്സിന് 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ 9 into 20 equals x into 15. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 3 taps A, B and C can fill a tank in 12, 15 and 20 hours respectively. If A is open all the time and B and C are open for 1 hour each alternatively, the tank will be full in 6 hours, 6 2 by 3 hours, 7 hours, 7 1 by 2 hours. എന്താ പറഞ്ഞേക്കുന്നത്? 3 ടാപ്പ് ഉണ്ട് അല്ലെ, 3 പൈപ്പ് ഉണ്ട്, എ ബി സി. അത് ടാങ്ക് ഫില്ല് ചെയ്യാൻ 12 അവേഴ്സും 15 അവേഴ്സും 20 അവേഴ്സും ആണ് എടുക്കുന്നത് ഇൻഡിവിജ്വലി ആണെങ്കിൽ. എ എപ്പോഴും ഓപ്പൺ ആണ്, പൈപ്പ് എപ്പോഴും ഓപ്പൺ ആണ്, ഫുൾ ടൈം ഓപ്പൺ ആണ്. ബിയും സിയും ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ബി ആദ്യത്തെ മണിക്കൂറിലുണ്ടെങ്കിൽ അടുത്ത മണിക്കൂറിലാരാണ്? സി ആണ്. പിന്നെ സി അടയ്ക്കും, അടുത്ത മണിക്കൂർ ബി, പിന്നെ ബി അടയ്ക്കും, സി ഓപ്പൺ ആവും. എ പക്ഷേ എപ്പോഴും ഓപ്പൺ ആവും. അങ്ങനെയാണെങ്കിൽ ഈ ടാങ്ക് ഫുൾ ആകാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ടാങ്ക് ഫുൾ ആവാൻ എത്ര സമയം എടുക്കുമെന്ന്. എങ്ങനെ ചെയ്യുന്നത്? 3 പൈപ്പ് ഉണ്ട്, എല്ലാം ചെയ്യുന്നതല്ലേ, എ ബി സി. ഓക്കെ, 3 ഫില്ല് ചെയ്യുവാണ്. എ എത്ര സമയം എടുക്കും? എ 12 അവേഴ്സ്, ബി എത്രയാണ്? 15 അവേഴ്സ്, സി 20 അവേഴ്സ്. ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. ഇനി LCM എടുക്കാം. LCM എത്ര വരും? 12 15 20 16 വരും. ഇതാണ് ടാങ്ക് കപ്പാസിറ്റി എങ്കിൽ 60 by 12 5 യൂണിറ്റ്സ് ആണ് ഒരു മണിക്കൂറിൽ വരുന്നത്. 4 യൂണിറ്റ്സ് ആണ് ബി ഒരു മണിക്കൂർ ഫില്ല് ചെയ്യുന്നത്. 3 യൂണിറ്റ്സ് ആണ് സി ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത്. ഇത്രയും കാര്യം നമുക്ക് കിട്ടി. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. എ എപ്പോഴും ഓപ്പൺ ആണ്, എ ഫുൾ ടൈം ഓപ്പൺ ആണ്. ബിയും സിയും ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓരോ മണിക്കൂറിൽ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. ഫസ്റ്റ് അവർ നമുക്ക് എടുക്കാം. ഫസ്റ്റ് അവറിൽ ആരൊക്കെയുണ്ട്? എ എപ്പോഴും ഉണ്ട് ഒബ്വിയസ്ലി, പിന്നെ ആരാ? ബിയും ഉണ്ട്. എയും ബിയും കൂടെ എത്രയായി? 9 യൂണിറ്റ് ആയി. ഓക്കെ, നമുക്ക് എത്ര എത്തണ്ടേ? 60 എത്തണം. ഓക്കെ, സെക്കൻഡ് അവറിൽ എന്താ സംഭവിക്കുന്നത്? സെക്കൻഡ് അവറിൽ എ എപ്പോഴും ഉണ്ട്, ബി ഇല്ല, സി ഉണ്ട്. അപ്പൊ 5 3 8 യൂണിറ്റ് ആവും. 8 യൂണിറ്റ്. ഇത് രണ്ടും കൂടെ കൂട്ടുന്നുണ്ട് എത്രയാ? 17 യൂണിറ്റ് ആണ് 2 മണിക്കൂറിൽ. 17 യൂണിറ്റ് ആണ് 2 മണിക്കൂറിൽ. ആദ്യത്തെ അവറിൽ എയും ബി ഉള്ള 9 യൂണിറ്റും രണ്ടാമത്തെ മണിക്കൂറിൽ എയും സി ഉള്ള 8 യൂണിറ്റ്. അപ്പൊ 17 യൂണിറ്റ് ഫില്ലായി 2 മണിക്കൂർ കഴിഞ്ഞപ്പോ. 4 മണിക്കൂർ കഴിയുമ്പോഴോ 34 യൂണിറ്റ് ആയി. 6 മണിക്കൂർ കഴിയുമ്പോഴോ 51 യൂണിറ്റ് ആയി. അപ്പൊ നമുക്കറിയാം 6 മണിക്കൂർ കഴിഞ്ഞപ്പോ 51 യൂണിറ്റ്സ് ആയി. ഓക്കെ, ഇനിയിപ്പോ 8 മണിക്കൂറിന് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ പിന്നെ എന്തായി? 68 60 വരെ വന്നാൽ മതി. ഓക്കെ, 6 മണിക്കൂറായി, 51 യൂണിറ്റ് അവിടെ നിൽക്കട്ടെ. 7ാമത്തെ മണിക്കൂറിൽ 7th അവറിൽ ആരാ വരുന്നത്? 7 മണിക്കൂർ ആകുമ്പോൾ ഓഡ് നമ്പർ ആണ്, എയും ബിയും കാണും. എയും ബിയും കൂടെ വരുമ്പോ എത്രയാ? 9 യൂണിറ്റ് ആണ്. 7th അവറിൽ 9 യൂണിറ്റ് ഫില്ലായി. 51 9 കൂടെ ആഡ് ചെയ്യുന്നതിന് എത്രയായി? 60ആയി. 60 അല്ലേ നമുക്ക് വേണ്ടേ? അതെ. അപ്പൊ 7 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ടാങ്ക് ഫില്ലാകുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 7 hours എന്ന് കിട്ടും. ഓപ്ഷൻ സി 7 hours. ഓക്കെ, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. 3 പൈപ്പ് ഉണ്ട് എ ബി സി. അവർ ഇൻഡിവിജ്വലി എടുക്കുന്ന ടൈം 12 hours, 15 hours, 20 hours. എ ഫുൾ ടൈം ഓപ്പൺ ആണ്, ബിയും സിയും ഓരോ മണിക്കൂറിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓപ്പൺ ആണ്. ഓക്കെ, ഇത് കണ്ടുപിടിച്ചു. അതവിടെ ഇരിക്കട്ടെ, എല്ലാത്തിനും സെയിം തന്നെയാണ്. അതവിടെ കണ്ടുപിടിച്ചു. ഇനി ഫസ്റ്റ് അവറിൽ എയും ബിയും മാത്രമേ ഉള്ളൂ. അപ്പൊ എയും ബിയും 9 യൂണിറ്റ് ഫില്ലായി. സെക്കൻഡ് അവറിലോ എ എപ്പോഴും ഉണ്ട്, സിയും കൂടെ വന്നു. അപ്പൊ എത്ര? എ പ്ലസ് സി 8 യൂണിറ്റ്സ് ആയി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോ 17 യൂണിറ്റ് ഫില്ലായി. 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴോ 34. 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴോ 51.
ഏഴാമത്തെ മണിക്കൂറിൽ ആരാ വരുന്നത്? എയും ബിയും ആണ്. എയും ബിയും 9 യൂണിറ്റ് ഫില്ല് ചെയ്യും. 51, 9, 60 യൂണിറ്റ് കംപ്ലീറ്റ് ആയി. 7 മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് ഫില്ലായി. 7 മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് ഫില്ലായി. ഓക്കെ, ഞാൻ അടുത്ത ദിവസം നോക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. 3 pipes can fill a reservoir in 10, 15 and 20 hours respectively. If the 3 taps are opened one after another in the given order with a certain fixed time gap between them, the reservoir fills in 5 hours. The time gap is 15 minutes, 30 minutes, 45 minutes, 1 hour. ഇത് ദിവസം പറഞ്ഞേക്കുന്നത് 3 പൈപ്പ് ഉണ്ട്. ഒരു റിസർവറിൽ ടാങ്ക് ഫില്ല് ചെയ്യണം. 10 hours, 15 hours, 20 hours ആണ് ഇൻഡിവിജ്വലി എടുക്കുന്നത്. 3 ഒരുമിച്ചല്ല ഓപ്പൺ ചെയ്ത്. ആദ്യം ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അടുത്ത് ഓപ്പൺ ചെയ്തു. അതേ ടൈം ഗ്യാപ്പ് കഴിയുന്ന അടുത്ത പൈപ്പ് ഓപ്പൺ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ടാങ്ക് ഫില്ലാകാൻ 5 മണിക്കൂർ എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ടൈം ഗ്യാപ്പ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 15 മിനിറ്റ്, 30 മിനിറ്റ്, 45 മിനിറ്റ്, 1 അവർ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ചെയ്യുന്നത് തന്നേക്കുന്ന കാര്യം നോക്കാം. 3 പൈപ്പ് ഉണ്ട്, എ ബി സി. എത്രയൊക്കെ ടൈം എടുക്കും തന്നേക്കുന്നത്? 10, 15, 20. ഇത്രയേ ഉള്ളൂ നമുക്ക് അറിയാവുന്നത്. ഇത്രയും മതി. ഓക്കെ, നമ്മള് LCM എടുത്തു, 60 കിട്ടി. 60 ആണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് വിചാരിക്കുക. 60/10, 6, 60/15, 4, 60/20, 3. ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു മണിക്കൂറിൽ ഇവര് ഫില്ല് ചെയ്തു. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ നോക്കുമായിരുന്നു. 3 പൈപ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട് വരിക. അപ്പൊ ആദ്യം എ ഓപ്പൺ ചെയ്തു, പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ബി ഓപ്പൺ ചെയ്തു. അതേ ടൈം കഴിയുന്നുണ്ട് സി ഓപ്പൺ ചെയ്തു. ആ ടൈം ഗ്യാപ്പ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 5 മണിക്കൂർ കൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ടാങ്ക് ഫില്ലായി. ഓക്കെ, അപ്പൊ ആലോചിക്കുക എങ്ങനെ ചെയ്യാം. നമുക്ക് 60 ആണ് ടാങ്ക് കപ്പാസിറ്റി, 60 എത്തേണ്ടത്. അപ്പൊ ആലോചിച്ച് നോക്കി, പൈപ്പ് എ ഓപ്പൺ ആക്കി, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് പൈപ്പ് ബി ഓപ്പൺ ആക്കി. അതേ ടൈം ഗ്യാപ്പ് കഴിയുന്നതാണ് സി ഓപ്പൺ ആക്കി. 60 യൂണിറ്റ് ടാങ്ക് കപ്പാസിറ്റി ഫില്ലാകുന്നു 5 മണിക്കൂറിൽ. അപ്പൊ പൈപ്പ് എ എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റാ ഫില്ല് ചെയ്യുന്നത്? 6 യൂണിറ്റാ ഫില്ല് ചെയ്യുന്നത്. പൈപ്പ് എ 6 യൂണിറ്റ്. പൈപ്പ് എ ശരിക്കും എത്ര സമയം ഉണ്ടായിരുന്നു? പൈപ്പ് എ ആദ്യം തുറന്നതാണ്. പൈപ്പ് എ ടാങ്ക് ഫില്ലാകുന്ന വരെ പൈപ്പ് എ ഓപ്പൺ ആണ്. അപ്പൊ 5 മണിക്കൂറാണ് എടുക്കുന്നത് ഫില്ലാകാൻ. അപ്പൊ പൈപ്പ് എ എത്ര? 5 മണിക്കൂറും ഉണ്ടായിരുന്നു. 6 × 5, 30 യൂണിറ്റ്സ് ആണ് പൈപ്പ് എ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പൈപ്പ് ബിയോ 5 മണിക്കൂറില്ല. 5 മണിക്കൂറിൽ ഒരു ടൈം ഗ്യാപ്പ് കുറയ്ക്കണം. അപ്പൊ എക്സ് ആണ് ടൈം ഗ്യാപ്പ് എന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാം. ഓക്കെ, ഇവിടെ എഴുതുക, എക്സ് ആണ് ടൈം ഗ്യാപ്പ് എന്ന് വിചാരിക്കും. അപ്പം 4 യൂണിറ്റ് ആണ് ബി ഒരു മണിക്കൂർ ഫില്ല് ചെയ്യുന്നത്. പക്ഷെ ബി എത്ര നേരം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബി 5 hours ആ ഒരു ടൈം ഗ്യാപ്പ് കുറയ്ക്കുന്നുണ്ട് ബി എത്ര നേരം വർക്ക് ചെയ്യുന്നുള്ളത് കിട്ടി. 4 × 5 - പ്ലസ് സിഒ 3 യൂണിറ്റ് ആണ് ഫില്ല് ചെയ്യുന്നത് ഒരു മണിക്കൂറിൽ. എത്ര മണിക്കൂർ വർക്ക് ചെയ്തു? ടോട്ടൽ 5 ആണ്. പക്ഷെങ്കിൽ ബി എ കാട്ടിലും ഒരു ടൈം ഗ്യാപ്പ് കൂടെ കുറഞ്ഞിട്ടാണ്. അപ്പൊ 5 - 2x എന്ന് കിട്ടും. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടുന്നുണ്ട് എനിക്ക് എത്രയാ വരണ്ടേ? ഇതെല്ലാം കൂടെ കൂട്ടുന്നുണ്ട് എനിക്ക് എത്രയാ വരണ്ടേ? എനിക്ക് ടാങ്ക് കപ്പാസിറ്റി അല്ലേ വരണ്ടേ? 60 കിട്ടണം. ഇനി സോൾവ് ചെയ്യാം. 30 + 20 - 4x + 15 - 6x = 60 എന്ന് കിട്ടും. 10x എന്ന് പറയുന്നത് 60 ഇങ്ങോട്ട് കൊണ്ടുവന്നു 50, 5 എന്ന് കിട്ടും. x എന്ന് പറയുന്നത് ഹാഫ് എന്ന് കിട്ടും, ഹാഫ് അവർ. അതായത് 30 മിനിറ്റ് എന്ന് കിട്ടും. ടൈം ഗ്യാപ്പ് 30 മിനിറ്റ് എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ വന്നേ? ഓപ്ഷൻ ബി 30 മിനിറ്റ് എന്ന് കിട്ടും. 30 മിനിറ്റ്. ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് ഓരോ പൈപ്പിന്റെയും ടൈം തന്നിട്ടുണ്ടായിരുന്നു, ടാങ്ക് കപ്പാസിറ്റി, ഓരോ മണിക്കൂറിൽ എത്ര യൂണിറ്റ്സ് പമ്പ് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി പൈപ്പ് 5 മണിക്കൂർ ഓപ്പൺ ആണ്. അപ്പൊ 6 × 5 30. അടുത്ത പൈപ്പ് ബി 5 മണിക്കൂറിൽ 5 ടൈം ഗ്യാപ്പ് കുറയ്ക്കണം. 4 × 5 - 6. സിഒ 5 2 പ്രാവശ്യം ടൈം ഗ്യാപ്പ് കുറയ്ക്കണം. 5 - 2x. സിംപ്ലിഫൈ ചെയ്തു. ടൈം ഗ്യാപ്പ് 30 മിനിറ്റ്സ് എന്ന് കിട്ടി. 30 മിനിറ്റ്സ്. എത്ര വന്നേ? ഓപ്ഷൻ ബി 30 മിനിറ്റ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 pipes A and B can fill a tank in 20 and 30 hours respectively. Both the pipes are opened to fill the tank. But when the tank is 1/3 full, a leak develops in the tank through which 1/3 water supplied by both the pipes goes out. The total time taken to fill the tank is 12 hours, 14 hours, 16 hours, 18 hours. The question പറഞ്ഞേക്കുന്നത് 2 പൈപ്പ് ഉണ്ട്, എയും ബിയും. എക്ക് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി, ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി 20 മണിക്കൂർ എടുക്കും. ബിക്കോ 30 മണിക്കൂർ എടുക്കും. 2 പൈപ്പും തുറന്നു വെച്ചു. ടാങ്ക് 1/3 ഫുൾ ആയപ്പോഴത്തേക്ക് ഒരു ലീക്ക് തുടങ്ങി. ലീക്ക് എന്താണ്? നമ്മൾ എത്ര സപ്ലൈ ചെയ്യുന്നു അതിന്റെ 1/3 വെള്ളം പൊക്കോണ്ടിരിക്കുക.
അങ്ങനെയാണെങ്കിൽ ഈ ടാങ്ക് ഫുൾ ആവാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. 12 hours, 14 hours, 16 hours, 18 hours. ഓക്കെ, രണ്ട് പൈപ്പ് ഉണ്ട്, എയും ബിയും. 20 hours-ഉം 30 hours-ഉം ആണ് ഇൻഡിവിജ്വലി എടുക്കുന്നത് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, LCM എടുത്തു, 60 കിട്ടി. ഇതാണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് വിചാരിക്കുക. 60/23, 60/32. ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു മണിക്കൂറിൽ ഇവർ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഒരു മണിക്കൂറിൽ. അപ്പൊ എയും ബിയും കൂടെ ഒരു മണിക്കൂറിൽ എത്രയാണ് ഫില്ല് ചെയ്യുന്നത്? 3 + 2 5 യൂണിറ്റ് ആണ് ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണ് ടൈം എത്രയാ? 60 ആണ് ടാങ്ക് കപ്പാസിറ്റി ബൈ 5. 12 മണിക്കൂർ കൊണ്ടാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. 12 മണിക്കൂർ കൊണ്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. പക്ഷെ അതല്ല ചോദ്യം. 1/3 ഫുൾ ആയപ്പോഴത്തേക്ക് തന്നെ ഒരു ലീക്ക് വന്നു. ഓക്കെ, ലീക്ക് വന്നിട്ട് എത്രയാണോ സപ്ലൈ ചെയ്യുന്നത് അതിന്റെ 1/3 പൊക്കോണ്ടിരിക്കുക. ഓക്കെ, ടോട്ടൽ ടൈം ശരിക്കും വേണ്ട എത്ര നമുക്കറിയാം? 12 hours. ഓക്കെ, അപ്പൊ 1/3 ഫുൾ ആക്കാൻ, അതായത് ഫുൾ ആക്കാൻ വേണ്ടി 12 മണിക്കൂറാണ് വേണ്ടത്. അപ്പൊ 1/3 ഫുൾ ആക്കാൻ വേണ്ടി എത്ര സമയം വേണം? ഇതിന്റെ 1/3 പോലെ എത്ര കിട്ടും? 4 hours ആണ് വേണ്ടത്. 4 hours. അപ്പൊ 4 മണിക്കൂറാണ് 1/3 ഫുൾ ആവാൻ വേണ്ടത്. അതൊക്കെ 1/3 ഫുള്ളായി, അതായത് 20 യൂണിറ്റ് ഫില്ലായി. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കി. ബാക്കി ഇനി 1/3 ഫുള്ളായി, ഇനി 2/3 കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. എത്രയാണോ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അതിന്റെ 1/3 പോവുക. ഓക്കെ, ഇപ്പൊ എത്ര സപ്ലൈ ചെയ്യുന്നോ അതിന്റെ 1/3 പൊക്കോണ്ടിരിക്കുക ലീക്കായിട്ട്. ഓക്കെ, ഇപ്പൊ 1/3 ഫുള്ളായി. ഇനി നമുക്ക് എത്രയാണ് വേണ്ടത്? ബാലൻസ് 2/3 കൂടെ ഫില്ലാക്കാനുണ്ട്. 2/3 കൂടെ ഫില്ലാക്കാനുണ്ട്. പക്ഷെ ലീക്ക് ഉണ്ട്, എന്ത് കൊടുക്കുന്നു അതിന്റെ 1/3 പോകും. അപ്പൊ ശരിക്കും നമ്മള് ബാക്കി 2/3 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കൊടുക്കണം? ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്നു വിചാരിക്കും. ഫുൾ ടാങ്ക് ഫില്ല് ചെയ്താൽ 1/3 പോകും ലീക്കായിട്ട്. ബാക്കി എത്ര ഉണ്ട്? 2/3 ആണ്. അപ്പൊ നമുക്ക് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാനുള്ള ടൈം നോക്കിയാൽ പോലെ. ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 12 hours ആണ്. അപ്പൊ ഇനീഷ്യലി ഉള്ള 4 hours 1/3 ഫില്ലാക്കാനും പ്ലസ് ലീക്കും കൂടെ വന്നു കഴിഞ്ഞിട്ട് 12 hours എടുക്കും. ഫുൾ ടാങ്ക് ഫില്ല് ചെയ്താലേ 2/3 ആവത്തുള്ളൂ. 4 + 12 16 hours എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 16 hours ഓപ്ഷൻ സി എന്ന് വരും. ഓപ്ഷൻ സി. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എക്കും ബിക്കും ഇൻഡിവിജ്വലി 20-30 hours ആണ് എടുക്കുന്നത്. ടാങ്ക് കപ്പാസിറ്റി എത്ര യൂണിറ്റ്സ് പെർ അവർ ആണെന്ന് കണ്ടുപിടിച്ചു. എയും ബിയും 5 യൂണിറ്റ് ഒരു മണിക്കൂറിൽ ചെയ്യും, ഫില്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂർ എടുത്തിട്ടാണ് എയും ബിയും കൂടെ ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. 1/3 ഫില്ല് ആവാൻ വേണ്ടി എത്ര സമയം എടുക്കും? 4 മണിക്കൂർ എടുക്കും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. 1/3 ഫുള്ളായി, അപ്പോഴാണ് ലീക്ക് വന്നേക്കുന്നത്. അപ്പൊ എത്ര ഫില്ല് ചെയ്യുന്നു അതിന്റെ 1/3 പോകും. അപ്പൊ 1/3 ഇപ്പൊ ഓൾറെഡി ഫുള്ളായി, 4 മണിക്കൂറും കഴിഞ്ഞു. ഇനി നമുക്ക് 2/3 ഫുൾ ആക്കണം. 2/3 ഫുൾ ആക്കണമെങ്കിൽ നമ്മൾ ശരിക്കും ലീക്കും കൂടെ കഴിഞ്ഞിട്ട് ആ ടാങ്ക് ഫുൾ ആക്കിയാലേ നമുക്ക് 2/3 കിട്ടത്തുള്ളൂ. അപ്പൊ ഫുൾ ആക്കാൻ 12 hours നമുക്ക് അറിയാം. 4 + 12 16 hours എന്ന് കിട്ടും. ഓക്കെ, 16 hours എന്ന് കിട്ടും. ഇവിടെ 1/3 തന്നെ ലീക്ക് ആയതുകൊണ്ട് വന്നുകൊണ്ട് നമുക്ക് നേരെ ഇങ്ങനെ എഴുതായിരുന്നു 4 + 12 എന്നുള്ളത്. അതല്ല എന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഇപ്പൊ 2/3 ആണ് ഫുൾ ആക്കേണ്ടത്. അപ്പൊ നോക്കി, എയും ബിയും കൂടെ 5 യൂണിറ്റ്സ് ആണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 യൂണിറ്റ്സ്. വേറെ രീതിയും കൂടെ പറഞ്ഞുതരാം. എയും ബിയും കൂടെ 5 യൂണിറ്റ്സ് ആണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ലീക്ക് കാരണം 1/3 പോയി. ബാക്കി എത്രയുള്ളത്? ഈ 5 യൂണിറ്റ്സിന്റെ 2/3 മാത്രമേ ഒരു മണിക്കൂറിൽ കിട്ടുന്നുള്ളൂ. ഓക്കെ, അത് എത്ര ടൈം വർക്ക് ചെയ്യണം നമുക്ക് 40 കിട്ടാനെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനെ 40 വന്നേ. ആലോചിക്കേ, ഒരു ടാങ്ക് ഉണ്ട്. ഓക്കെ, അത് 1/3 ഫുൾ ആക്കാൻ വേണ്ടി നമുക്ക് 4 മണിക്കൂറാണ് എടുത്തേക്കുന്നത്. 4 മണിക്കൂർ അതവിടെ ഓക്കെയാണ്. ഇനി നമ്മൾ സപ്ലൈ ചെയ്യുന്നതിന്റെ 1/3 പൊക്കോണ്ടിരിക്കുക. ഓക്കെ, 1/3 പോയാൽ ബാക്കി 2/3 ആണ്. അപ്പൊ 5 യൂണിറ്റ് ആണ് എയും ബിയും കൂടെ കൊടുക്കുന്നെങ്കിൽ 2/3 ഇപ്പം ഫില്ലാന്നുള്ളൂ, ബാക്കി പോവാ. അങ്ങനെ എത്ര നേരം സപ്ലൈ ചെയ്താലാണ് നമുക്ക് 40 കിട്ടുന്നത്? 40 എങ്ങനെ വരുന്നത്? കാര്യം 60യുടെ 1/3 ഫുൾ. 1/3 എന്ന് പറയുമ്പോൾ 20 യൂണിറ്റ്സ് ഓൾറെഡി ഫില്ലായി. അപ്പൊ ബാക്കി 40 യൂണിറ്റ്സ് ഫില്ലാക്കാൻ എത്ര ടൈം വേണം എന്നുള്ളതാണ്. എക്സിന്റെ വാല്യൂ ഇവിടെ എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ എന്ത് വരും? എക്സിന്റെ വാല്യൂ 12 എന്ന് കിട്ടും. നമുക്ക് നേരത്തെ കിട്ടിയ പോലെ 12 എന്ന് കിട്ടും. അതേപോലെ ഏത് ക്വസ്റ്റൻ ആണെങ്കിലും ഇങ്ങനെ തന്നെ സോൾവ് ചെയ്താൽ മതി. ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് നേരെ നോക്കിയാൽ തന്നെ മനസ്സിലാവുമായിരുന്നു 4 + 12 = 16 ആണ്. കാര്യം 2/3 ഫില്ല് ചെയ്യാനുണ്ട്. ഫുൾ ടാങ്ക് ഫില്ല് ചെയ്താലേ 2/3 ആവത്തുള്ളൂ. അപ്പൊ നേരെ 12 hours മറ്റേ ആദ്യത്തെ 1/3 ഫുൾ ആക്കാനുള്ള 4 hours എടുത്താൽ മതിയായിരുന്നു. 12 + 4 16 hours. അപ്പൊ ആ പർട്ടിക്കുലർ കേസ് ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഏത് ജനറൽ കേസിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് കിട്ടും? 16 hours ഇത് കിട്ടും. ഇവിടുത്തെ 12 hours ഉണ്ട്, നേരത്തെ 4 hours ഉണ്ട്. 12 + 4 16 hours തന്നെ കിട്ടും. ഓപ്ഷൻ സി 16 hours കിട്ടും. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, നമ്മൾ പൈപ്സ് ആൻഡ് സിസ്റ്ററിലെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു.
അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് സ്പീഡ് ആക്കുക. ഫുൾ കൺസെപ്റ്റ് മനസ്സിലാക്കി എല്ലാ വെറൈറ്റിയും ക്വസ്റ്റ്യൻ ചെയ്ത് മാക്സിമം സ്പീഡ് ആക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഏത് ഡ്രീം ജോബാണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് എത്തുന്നിടം വരെ നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ കർമ്മ അക്കാഡമിയുടെ ടാഗ് ലൈൻ പറയുന്ന പോലെ തന്നെ ക്യാപ്ചർ യുവർ ഡ്രീംസ്. താങ്ക് യു.